അഞ്ചൽ അഗസ്ത്യക്കോട് ശ്രീ മഹാദേവർ ക്ഷേത്രത്തിലെ വർഷങ്ങളായി ഈ ക്ഷേത്രത്തിലെ എത്തുന്ന ഭക്തജനങ്ങളുടെ ആഗ്രഹവും സ്വപ്നവുമായിരുന്നു ധ്വജപ്രതിഷ്ഠാ സമർപ്പണം. ആ ധ്വജപ്രതിഷ്ഠാ സമർപ്പണത്തിന്റെ പൂർത്തീകരണ പരിസമാപ്തിയിലേക്ക് കടന്നിരിക്കുന്ന ഒരു സമയമാണ് നമ്മൾ കാണുന്നത്. വരുന്ന ഫെബ്രുവരി മാസം 11-ാം തീയതി ആരംഭിച്ച് 28-ാം തീയതി സമാപിക്കുന്ന മഹാശിവരാത്രി മഹോത്സവം. ആ മഹാശിവരാത്രി മഹോത്സവത്തിനിടയ്ക്ക് ഇരുദേവന്മാർക്കും ക്ഷേത്രത്തിലെ ഇരുദേവന്മാർക്കും ധ്വജപ്രതിഷ്ഠാ സമർപ്പണം നടത്തുകയാണ്. ആദ്യമായി തൃക്കോടിയേറ്റ് നടത്തിയുള്ള മഹാശിവരാത്രി മഹോത്സവം എന്ന പ്രത്യേകത കൂടി ഇത്തവണത്തെ ശിവരാത്രി മഹോത്സവത്തിനുണ്ട്. മഹാശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ധ്വജപ്രതിഷ്ഠാ സമർപ്പണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് ഇന്ന് ഈ ക്ഷേത്രസന്നിധിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നൂറുകണക്കിന് ഭക്തജനങ്ങൾ എത്തിയ ഭക്തിസാന്ദ്രമായ ഈ നിമിഷം എത്രത്തോളം പ്രാധാന്യം ഈ ചടങ്ങിനുണ്ട് എന്ന് തെളിയിക്കുന്നുണ്ട്. കൊടിമര ഇരുദേവന്മാർക്കുമായി നമ്മുടെ ക്ഷേത്ര സന്നിധിയിൽ സ്ഥാപിച്ചിട്ടുള്ള ധ്വജദണ്ഡുകൾ, ആ ധ്വജദണ്ഡുകളിലേക്ക് കൊടിമര പറ സമർപ്പിക്കുന്നതിലേക്ക് ആവശ്യമായ കൊടിമര പറയും അതുപോലെ തന്നെ വെണ്ടയും വേദികയും അങ്ങനെ അനുബന്ധ എല്ലാ കാര്യങ്ങളും ഇന്ന് ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് ഇന്ന് ഉച്ചയ്ക്ക് മാന്നാറിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്രയോടുകൂടി തന്നെ നൂറുകണക്കിന് വാഹനങ്ങൾ അകമ്പടിയോടെ അമ്പലമുക്ക് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച നൂറുകണക്കിന് ജനങ്ങളുടെ ഘോഷയാത്രയോടുകൂടി തന്നെ ഈ പറയുന്ന കൊടിമര പറയും അതുപോലെ തന്നെ ക്ഷേത്രാചാരങ്ങളിൽ ധ്വജപ്രതിഷ്ഠാ സമർപ്പണത്തോടുകൂടി വലിയ മാറ്റമുണ്ടാകുമ്പോൾ ആവശ്യമായി വരുന്ന ശ്രീഭൂത ബലിക്കും മറ്റുമൊക്കെ തന്നെ ആവശ്യമായി വരുന്ന ശീവേലി വിഗ്രഹം, ആ ഇരുദേവന്മാർക്കുമായിട്ടുള്ള ശീവേലി വിഗ്രഹവും ഇന്ന് ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇത് ഭഗവാന് സമർപ്പിക്കുന്നത് വരുന്ന ഫെബ്രുവരി മാസം 16-ാം തീയതി ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ രമേശ് ഭാനുഭാനു ഭണ്ഡാരത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ഈ ഭഗവാന് ഇരുദേവന്മാർക്കുമായി സമർപ്പണം ധ്വജപ്രതിഷ്ഠാ സമർപ്പണം നടത്തുകയാണ്. ശിവരാത്രി നാളിൽ നാം ഒന്നിച്ചെടുത്ത ഒരു തീരുമാനത്തിന്റെ ഒരു സത്യപ്രതിജ്ഞയുടെ ഭാഗമായിട്ടുള്ള കൊടിമര നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിലൂടെയാണ് ഈ നിമിഷം നമ്മൾ കടന്നു പോകുന്നത്. നമുക്ക് ഇരുദേവന്മാർക്കും മുമ്പിലായി സമർപ്പിക്കുവാൻ കിട്ടിയ അസുലഭ മുഹൂർത്തം ഈ കാലഘട്ടത്തിലെ ഭക്തജനങ്ങൾ ഉപയോഗിച്ചു എന്ന് പറയുന്നത് ഏറ്റവും കൃതാർത്ഥതയോടുകൂടി കാണേണ്ട ഒരു വസ്തുതയാണ്. നമുക്ക് ഈ ക്ഷേത്രത്തിന്റെ വികസനവും ആഗ്രഹിക്കുന്ന എല്ലാ ഭക്തജനങ്ങളും ഇതിൽ ഭാഗമായിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ ഭക്തരായിട്ടുള്ള എല്ലാ ആളുകളും ഈ ക്ഷേത്ര വികസനത്തിന്റെ ഭാഗമായി തീരുന്നതിന് വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട്. എല്ലാവരും ഇതിന്റെ ഭാഗമായി തീരുന്നതിന് വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ട്. അതുപോലെ ആ ആഗ്രഹത്തോടു കൂടി ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ഭക്തജനങ്ങളെയും ഉപദേശക സമിതിയുടെ പേരിലും കൊടിമര നിർമ്മാണ കമ്മിറ്റിയുടെ പേരിലും ഞാൻ ആദ്യമായി സ്വാഗതം പറയുന്നു. അതോടൊപ്പം അവർക്ക് നന്ദിയും രേഖപ്പെടുത്തുകയാണ്. അതുപോലെ ചരിത്രത്തിൽ ഇടം നേടുന്ന ഉത്സവമാണ് ഈ വർഷം മഹാദേവർ ക്ഷേത്രത്തിൽ നടക്കാൻ പോകുന്നത്. കൊടിമര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്ത വരും വർഷങ്ങളിൽ 10 ദിവസത്തെ ഉത്സവം മാത്രമേ ഇനി നടത്താൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ഫെബ്രുവരി 11 മുതൽ 28 വരെയുള്ള 18 ദിവസത്തെ ഉത്സവം ഈ വർഷം ഗംഭീരമായി ഭക്തി ആദരപൂർവ്വം ക്ഷേത്ര കലകളും ക്ഷേത്ര ആചാരങ്ങളും ക്ഷേത്ര വിശ്വാസങ്ങളും മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഭക്തിയാദരപൂർവമായ ഉത്സവമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഈ ഉത്സവ ക്രമീകരണങ്ങളിൽ അതിന്റെമായ സംഭാവന നൽകി വരുന്ന ഉത്സവ കമ്മിറ്റിക്ക് അതുപോലെ തന്നെ ഇതിന് എല്ലാവിധ സാമ്പത്തിക സഹകരണങ്ങൾ നൽകി വരുന്ന ഭക്തജനങ്ങൾക്ക് അതുപോലെ കൊടിമര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇതിന് ഏറെ സഹായിച്ചിട്ടുള്ള ഭഗവാന് അങ്ങോട്ട് ചെന്ന് ഒരു പൈസ പോലും ചോദിക്കാതെ ഭഗവാന്റെ മുമ്പിൽ ലക്ഷങ്ങൾ നേർച്ചയായി തന്നിട്ടുള്ള ഭക്തജനങ്ങൾ ഇവരെയൊക്കെ ഈ സമയത്ത് നന്ദിയോടുകൂടിയും വളരെ പ്രാർത്ഥനാപൂർവ്വവും സ്മരിക്കുക എന്നുള്ളത് എന്റെ കടമയാണ്. അത് ഞാൻ ഈ അവസരത്തിൽ ചെയ്യുകയാണ്. അതുപോലെ ഈ ഉത്സവ അന്തരീക്ഷം അടുത്ത 11-ാം തീയതി മുതൽ
അവസ്ഥയോട് മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവം തുടങ്ങുകയാണ്. എല്ലാവർക്കും ഉത്സവ അന്തരീക്ഷം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാവർക്കും വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കഴിഞ്ഞു. അമ്പലം ഉത്സവ ആഘോഷത്തിൽ മുഴുകി കഴിഞ്ഞു. അമ്പല വിശ്വാസികളായിട്ടുള്ള ഭക്തജനങ്ങൾ എല്ലാവരും തന്നെ ഉത്സവ മനസ്സായി മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ ഈ അവസരത്തിൽ ഞാൻ നേരുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ശിവരാത്രി ആശംസകൾ.